2018 ഷിയാസിനെ യുവതി പരിചയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതി പരിചയപ്പെട്ടത്. അതിനുശേഷം 22 ഇവർ ഒന്നിച്ച് ലിവിംഗ് ടുഗദർ ആയിരുന്നു. പിന്നീട് ആ സമയത്ത് ഷിയാസ് വിവാഹിതരാണെന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഷിയാസ് വിവാഹം കഴിച്ചു എന്ന് താൻ അറിയുന്നത്. യുവതി വിവാഹം കഴിച്ച് ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരു ആള് കൂടിയാണ്. വിദേശത്താണ് താമസിക്കുന്നത്. ഷിയാസ് അവിടെ വരുമ്പോഴൊക്കെ കാണാറുണ്ട്. ഇവർ ഒന്നിച്ച് ജീവിക്കാറുണ്ട്, ഒന്നിച്ച് താമസിക്കാറുണ്ട്. ഷിയാസ് ഈ യുവതിക്ക് നൽകിയ വാഗ്ദാനം ജീവിത അവസാനം വരെ നോക്കിക്കൊള്ളാമെന്നാണ്. പക്ഷെ അത് വാഗ്ദാനങ്ങളെല്ലാം തെറ്റിച്ച് ഷിയാസ് മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചു. ആ സമയത്താണ് തന്റെ പണം തിരികെ ചോദിച്ചത്. അപ്പോഴാണ് ഷിയാസിൽ നിന്നും ഭീഷണി നേരിട്ടതെന്നാണ് യുവതി പാലാരിവട്ടം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഷിയാസിന്റെ ഭാര്യ പ്രസവിച്ചു. അതിനെ തുടർന്ന് ആശുപത്രിയിലാണ് ഷിയാസ്. ശേഷം സ്റ്റേഷനുമായി ബന്ധപ്പെടാമെന്നാണ് പോലീസിന് നൽകിയ മറുപടിയും. ആദ്യം ഷിയാസ് യുവതിയെ അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ഷിയാസ് ആ നിലപാട് തിരുത്തി. യുവതിയെക്കുറിച്ച് അറിയാം. തന്റെ മാതാവുമായി പരിചയമുള്ള, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന് പരിചയമുള്ള ഒരു യുവതിയാണ്. തന്നിൽ നിന്നാണ് യുവതി നിരവധി തവണ പണം വാങ്ങിയത്. അത് തിരിച്ചു ചോദിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ഇത്തരത്തിലൊരു തനിക്കെതിരായിട്ടുള്ള വ്യാജ പീഡന പരാതി എന്നാണ് ഷിയാസ് പറയുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട്, അതായത് യുവതി പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ പോലീസിന് താൻ നേരത്തെ പരാതി നൽകിയിരുന്നു. അതിപ്പോൾ കോടതിയുടെ പരിധിയിലാണ് ആ തട്ടിപ്പ് കേസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തനിക്കെതിരെ ഇപ്പോൾ വ്യാജ പരാതി വന്നിരിക്കുന്നത് എന്നുകൂടിയാണ് ഷിയാസ് കൂട്ടിച്ചേർക്കുന്നത്.